സൈബർ അറ്റാക്കുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ടും കൂടുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് മാത്രമല്ല, ഈ സൈബർ അറ്റാക്കുകൾ ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ വ്യാപകമായിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളുടെ ഫോണിലോട്ട് ഒരു അനോണിമസ് ആയിട്ട് ഒരു കോൾ വരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ ഞാൻ ഉപയോഗിച്ചതാണ്, ഈ നമ്പറിലോട്ട് ഒരു OTP വരും, ആ OTP ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആധാർ ലിങ്ക് ചെയ്യാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യാനോ എനിക്ക് സാധിക്കും, അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന ആ OTP ഒന്ന് പറഞ്ഞു തരുമോ എന്നും പറഞ്ഞിട്ട് ഭയങ്കര താഴ്മയായിട്ടും ഭയങ്കര ദയനീയമായിട്ടും മിക്കവാറും സ്ത്രീകളെ കൊണ്ടിട്ടായിരിക്കും ഇവർ വിളിപ്പിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് ആ OTP എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കും. നമ്മൾ ഇതൊന്നും പെട്ടെന്ന് ചിന്തിക്കാതെ ആ ഒരു സഹായിക്കാനല്ലേ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ OTP നമ്മൾ പറഞ്ഞു കൊടുക്കും. ഒന്നില്ലെങ്കിൽ ഇവർ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ അതുവഴി ഇവർ നമ്മളുടെ ഗൂഗിൾ പേ ഹാക്ക് ചെയ്യും. ഇങ്ങനെയാണ് വ്യാപകമായിട്ട് ഗൂഗിൾ പേ ഇല്ലെങ്കിൽ ഫോൺ, വാട്സപ്പ് ഒക്കെ നമ്മളുടെ ഹാക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, അതായത് ഗൂഗിൾ പേ വഴി നമ്മളുടെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് വേറൊരു നമ്പറിലോട്ട് നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കും. പക്ഷെ ആ ഒരു ഫ്രണ്ടുമായിട്ട് ഇതിൽ യാതൊരു ബന്ധവും കാണത്തില്ല. അങ്ങനെയും നമ്മളുടെ ഗൂഗിൾ പേ ഹാക്ക് ചെയ്യപ്പെടും കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹാക്ക് ചെയ്തപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുക. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവർക്കൊക്കെ മെസ്സേജ് ചെല്ലാൻ വളരെ സാധ്യത കൂടുതലാണ്. മാത്രമല്ല, നമ്മളുടെ ബാങ്കുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ബാങ്കിന് നമ്മുടെ അക്കൗണ്ടുകൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഫ്രീസ് ചെയ്യിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസ പോകാൻ വളരെ ചാൻസ്, ബാക്കിയുള്ള പൈസയും പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, ഉടൻ തന്നെ നമ്മൾ സൈബർ സെല്ലോ, പോലീസ് സ്റ്റേഷൻ, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ വിവരം അറിയിച്ച് നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ എടുക്കേണ്ട ഏറ്റവും ആദ്യമുള്ള മുൻകരുതലുകൾ. അപ്പൊ ഇത് അറിയാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.